പത്തരമാറ്റിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു അവിടെ വന്ന് വേണുവിനെയും പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സെല്ലിലിട്ട് നന്ദു ആണെങ്കിൽ വേണുവിന് കുതിരയെ തല്ലുന്നുണ്ട്. കുതിരയെ തല്ലുന്നത് കണ്ട് നമ്മുടെ സക്കറിയ അവിടെ ASI വന്നിട്ട് ചോദിക്കുന്നത്, സാറേ അയാളെ അങ്ങനെ തല്ലാതെ CIയുടെ ആളാണ്. അപ്പോൾ നന്ദു പറയണം, CIയുടെ ആളാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് CI ഇല്ലാത്ത സമയത്ത് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തല്ലുന്നത് എന്ന് പറയുന്നുണ്ട് നന്ദു. പിന്നെ നന്ദു വേണുവിനോട് ചോദിക്കുകയാണ്, നല്ല കുടുംബത്തിൽ മോളെ കല്യാണം കഴിച്ചയച്ചിട്ട് അവരുടെ സമാധാനം കളഞ്ഞ് അവരെ ദ്രോഹിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് വീണ്ടും വേണുവിനെ എടുത്തിട്ട് കുതിരയെ തല്ലുന്നുണ്ട്. തല്ലി കഴിഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോയി കഴിയുമ്പോൾ സക്കറിയ എടുത്ത് വേണു വിഷമിച്ച് പറയാണ്, എൻ്റെ എല്ലാം വെള്ളമായെന്ന്. അപ്പോൾ സക്കറിയ പറയാണ്, ഞങ്ങൾ ആണുങ്ങൾ തല്ലുന്നതാക്കി വളരെയേറെ കഷ്ടമാണ് മാഡം തല്ലിയാലെന്ന് പറയുന്നുണ്ട്. അന്നേരം വേണു പറയുകയാണ്, ഇനി എന്ത് തല്ലിയായാലും അനിക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കാനും പോകുന്നില്ല, അവർക്കെതിരെ പ്രതികാരം വീട്ടുക തന്നെ ചെയ്യും എന്ന് വേണു പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സക്കറിയ ചെയ്യുന്ന വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. സാറില്ലാത്ത സമയത്ത് വേണുവിനെ കൊണ്ടുവന്ന് നന്ദുമേള എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കിയ കഥയെല്ലാം സക്കറിയ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, ആവശ്യമില്ലാതെ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് സക്കറിയ അടുത്ത് പറയുന്നുണ്ട്, അയാളെ നന്ദുവിനെ എൻ്റെ ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് സച്ചി പോകുന്നുണ്ട്. സക്കറിയ ഉടനെ അവിടെ നിന്നൊരു കോൺസ്റ്റബിൾ എടുത്ത് പറഞ്ഞാണ്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കാര്യത്തിലൊരു തീരുമാനമാവും, ഇയാളെ എടുത്തിട്ട് നന്ദു സാർ എടുത്തിട്ട് പഞ്ചറാക്കുമെന്ന് സക്കറിയ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സിയുടെ ക്യാബിനിലേക്ക് നന്ദു വരുന്നതും എന്തിനാണ് വേണുവിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതും അയാളെ ഇത്രയും തല്ലിച്ചതക്കേണ്ട കാര്യം എന്താണെന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, ഞാൻ ചുമ്മാതൊന്നുമല്ല അയാളെ കൊണ്ടുവന്നത്, അയാൾക്കെതിരെ 3-4 കേസ് ഇട്ടിട്ടുണ്ട്, ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അയാളെ കൊണ്ടുവന്നതും. അയാൾ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് സമ്മതിപ്പിക്കാൻ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സത്യം അറിയാൻ വേണ്ടി അയാളെ ഇടിച്ചതാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല അയാളെ ഉപദ്രവിച്ചതെന്ന്. ഉടനെ സച്ചി പറയുകയാണ്, എന്നാൽ പോലും നമ്മളതിനെ ഇടിക്കുന്നതിനോട് അനുകൂലിക്കേണ്ട കാര്യമില്ലല്ലോ, അന്നൊരു ദിവസം അനിയെ ഞാൻ തല്ലി, പക്ഷെ അത് ഞാൻ ന്യായീകരിക്കുന്നില്ലെന്നും പറഞ്ഞ് സച്ചി പറയുകയാണ്. പിന്നെ നന്ദുവിൻ്റെ അടുത്ത് ആയതുകൊണ്ട് സച്ചിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിടുകയാണ്. പിന്നെ സച്ചി എന്ന് വേണുവിനെ ഇറക്കിക്കൊണ്ട് വരികയാണ്. അപ്പം വേണുവിനോട് പറയുകയാണ്, വേണു സച്ചിയോട് പറയുകയാണ്, സാറേ ഇനി എന്തൊക്കെ ഉണ്ടായാലും ഞാൻ അനിയോട് ആ കുടുംബത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോകുന്നില്ല, അവരോട് ഇതിന് പ്രതികാരം വീട്ടുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ സച്ചി പറഞ്ഞെടുക്കുകയാണ്, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഈ കേസ് എങ്ങനെ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകണം, പതുക്കെ നടത്തിയാൽ മതി, കേസ് എത്ര നാൾ നീട്ടിക്കൊണ്ടു പോകുന്നു അത്രയും നാൾ നീട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞു കൊടുക്കുകയാണ് സച്ചി. അപ്പം കോമ്പൻസേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നും ഒക്കെ അവരവസാനം നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുമെന്നൊക്കെ സച്ചി ഓരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണുവിനോട്. പിന്നെ മുത്തശ്ശിയും നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കാര്യം അനിയോട് പറയും. അനിക്ക് വളരെയേറെ സന്തോഷമാവുകയും അനി പറയുകയാണ്, എന്തായാലും അവസാനം മുത്തശ്ശിയും പോകാൻ തയ്യാറായല്ലോ എന്ന് പറയുന്നു. നന്ദുവിൻ്റെ വീട്ടുകാർ ഇത് സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ലെന്ന്. മുത്തശ്ശൻ പറയുകയാണ്, അവിടെ നീ എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്നത് കൊണ്ടായിരിക്കും അവർ സമ്മതിക്കുന്നത്, എന്തായാലും ഞങ്ങൾ പോയൊന്ന് സംസാരിച്ച് നോക്കട്ടെ, അപ്പോൾ അറിയാലോ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് അറിയാലോ എന്ന് പറയുന്നു. അപ്പം അനി പറയുകയാണ്, മുത്തശ്ശനൊന്ന് പോയി സംസാരിച്ച് നോക്ക്, നടക്കില്ല എന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണേ, കാര്യമൊക്കെ നമ്മൾ വിചാരിച്ചോളം നടന്നാൽ നീ പിന്നെ കമ്പനിയിൽ നോക്കി നന്നായിട്ട് ജീവിച്ചോണം എന്ന് പറയുന്നത്. അപ്പം അനി പറയാണ്, ഇത് നടന്നു കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ നിന്ന് ശരണം പറഞ്ഞ് നടന്നോളാം, വേറെ ഒരു കാര്യത്തിനും പോകത്തില്ല എന്ന് അനി പറയുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, അങ്ങനൊന്നും നടക്കണ്ട, നന്നായിട്ട് നോക്കിയാൽ മതി, കമ്പനി നന്നായിട്ട് നോക്കണമെന്നേ ഉള്ളൂന്ന് പറയും. അപ്പോൾ ആദർശ് ഓണത്തിന് അവിടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഓണത്തിനൊക്കെ നല്ല കച്ചവടം നടന്നതെന്നൊക്കെ മുത്തശ്ശൻ അനിയോട് പറയുകയാണ്. അപ്പം എന്തുവായാലും നമ്മുടെ അനിക്ക് സന്തോഷമായിട്ടുണ്ട്. അനി പറയുകയാണ്, എന്തായാലും മുത്തശ്ശനും പോയി വിജയിച്ച് വാ എന്നും പറഞ്ഞ് മുത്തശ്ശിക്കൊരു ഉമ്മ കൊടുക്കുക. അപ്പം മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയും മുത്തശ്ശനും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അനിയുടെ സന്തോഷമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വേണു വീട്ടിൽ വരുന്ന
രേവതിയും അനാമികയായിട്ട് സംസാരിക്കുന്നു. കൂടെ വക്കീലുമുണ്ട്. അപ്പം രേവതി പറയുകയാണ്, എന്തുമായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. വക്കീൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വക്കീലിനോട് ചോദിക്കുകയാണ്. അപ്പം വക്കീൽ പറയുകയാണ്, നമുക്കിതിന് നല്ല രീതിയിൽ പ്രതികരണം തന്നെ കിട്ടണം. കാരണം 10 കോടി കൊടുക്കാമെന്നും 20 കോടി കൊടുക്കാമെന്നും പറഞ്ഞു ഇപ്പം വേണുവിനെയും തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തായാലും നമ്മളിതിന് നടപടിയെടുക്കും. പറ്റുമെങ്കിൽ ആ മുത്തശ്ശനും ആ പാവപ്പെട്ട മുത്തശ്ശിയെ വരെ ജയിലിൽ കയറ്റണം എന്ന് വക്കീൽ പറയുകയാണ്. അപ്പോൾ അനാമിക പറയണം, ഞാൻ എന്തിനും തയ്യാറാണ്, എങ്ങനെ വേണമെങ്കിലും ആയിക്കോ എന്ന് വക്കീലിനോട് പറഞ്ഞുകൊണ്ട് അനാമിക പോവുകയാണ്. അപ്പം വേണു പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും നന്ദു ആണെങ്കിൽ തല്ലിച്ചതച്ചെന്നെ, ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അനി നന്ദുവിനെ വിളിച്ച് കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.